Press the bell icon on the YouTube app and never miss another update. ഇപ്പോൾ ഈ അടുത്ത് തന്നെ വരുന്ന ട്വിറ്ററിലുള്ള കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ട്വീറ്റ്സ് തന്നെ കണ്ടാൽ അറിയാം എന്നല്ല പറഞ്ഞു. ഈ സിനിമ ഇറക്കാനേ പാടില്ല എന്ന് വെച്ചാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സിംറ്റംസും വേറെ തരം വൈറസാണ്. നിന്ന് ഇതിനെ എതിർക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ബ്രില്യൻറ്റ്. ഐ മീൻ എനിക്ക് ബിജുവനൻ ആൻഡ് ഡബിൾ ലക്കാണ്. സോ വളരെ സന്തോഷമുണ്ട്. വർത്തമാനം ഫൈനലി റിലീസാവുകയാണ്. ഒരുപാട് ടഫ് ടൈംസിലൂടെ കടന്നു പോയിട്ടാണ് വർത്തമാനം റിലീസാവുന്നത്. സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂസ് മാത്രമല്ല, പടം ഒരു 2016-17 സമയത്താണ് ആദ്യം സിദ്ധാർത്ഥും ആര്യടൻ ഷൗക്കത്ത് സാറും എന്നെ കാണാൻ വന്നതും. ഈ കഥയുടെ ഒരു ആകത്തുകയാണ് എനിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അന്നത്തെ കാലത്ത് തന്നെ ഇൻടോളറൻസ് എന്താണെന്നുള്ളത് നമ്മളുടെ രാജ്യത്ത് വളരെയധികം നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നടന്നു തുടങ്ങി. അതിങ്ങനെ മീഡിയ അറ്റൻഷനും കുറേയും ഡിസ്കഷൻസ് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഈ പടം എടുത്ത് റിലീസാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുക. പക്ഷേ അതിനേക്കാളും ടൈംലി ആയിട്ടാണ് വർത്തമാനം ഇപ്പോൾ വരുന്നത്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിനോട് അഭിനയിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു സീനിൽ. എനിക്ക് സിദ്ധാർത്ഥ് കഥ പറഞ്ഞ രീതിയും അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ പൊളിറ്റിക്സുമായിട്ട് എനിക്ക് നല്ല യോജിപ്പ് തോന്നി. അതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ ഒരു പടം വരണമെന്നും പൊളിറ്റിക്കലി ഭയങ്കര എക്സ്പ്ലോസീവ് ആയിരിക്കും എന്ന് അറിയായിരുന്നു. പക്ഷേ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ സംസാരിക്കേണ്ട നമ്മുടെ രാഷ്ട്രീയം സിനിമയിലൂടെ ആയിരിക്കണം. സിനിമയിലൂടെ ആണെങ്കിൽ അതിനേക്കാളും നല്ലത് നമ്മളെടുത്ത് പറയുന്നതിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ വാസ് വെരി ഹാപ്പി ടു ടേക്ക് ദിസ് റോൾ. പക്ഷേ എന്നാലും 2-3 വർഷത്തിൻ്റെ ഡിലേ വന്നു ഡേറ്റ്സും കാര്യങ്ങളും പ്രൊഡക്ഷനും ശരിയായിട്ടൊക്കെ വരാനായിട്ട്. ആൻഡ് ഫൈനലി വി ഓൾസോ ഫൗണ്ട് എ റിയലി ഗ്രേറ്റ് ആക്ടർ ഇൻ റോഷൻ മാത്യു കൂടെ ജോയിൻ ചെയ്തപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു കാസ്റ്റ് കിട്ടി. സോ ഷൂട്ടിംഗ് ഓൾസോ വാസ് ഡിഫിക്കൾട്ട്. പല കാര്യങ്ങളിലും നമുക്ക് ലൊക്കേഷൻ്റെ കാര്യത്തിലും ചെയ്ത് തീർക്കാനുള്ള സമയപരിധിയും എല്ലാം ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഫൈനലി ഈ സിനിമ ചെയ്യാൻ പറ്റിയത്. ആൻഡ് മൂവി വാസ് സപ്പോസ് ടു റിലീസ് ലാസ്റ്റ് ഇയർ. നമുക്ക് പക്ഷേ കോവിഡിൻ്റെ ഇത് കാരണം അങ്ങനെയും അത് ക്യാൻസലായി. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഈ വർഷം എനിക്ക് 2 റിലീസ് ഉണ്ട്. അതും ബാക്ക് ടു ബാക്ക് ആണ്. ആർക്കറിയാം വർത്തമാനം. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്, വ്യത്യസ്തമായിട്ടുള്ള ഭൂമികകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കാണെങ്കിലും ഇപ്പം ഞാൻ ആക്റ്റീവായിട്ടൊന്നിലും ആക്ട് ചെയ്യുന്നില്ലെങ്കിലും ഐ എം വെരി എക്സൈറ്റഡ് ദിസ് മൂവി ഈസ് കമ്മിങ് ഔട്ട്. കഴിഞ്ഞ ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഫൈസ സൂഫിയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് ഫൈസയുടെ ഞാൻ സാധാരണ സിനിമ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ റിലേറ്റബിലിറ്റി നോക്കാറില്ല. അപ്പം ഞാനുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇൻഫാക്റ്റ് എത്ര ഡിഫറൻസ് വരുന്നോ അത്രയും നല്ലതെന്നാണ് ഞാൻ കരുതാറ്. ഫൈസയുടെ കാര്യത്തിലും അത് കറക്റ്റ് തന്നെയാണ്. ഇൻഫാക്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ലൈഫൊന്നും ഞാൻ ലീഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഫൈസേൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റമുണ്ട്. അതായത് ഇൻ തിയറി വിപ്ലവം എന്താണ് അല്ലെങ്കിൽ വെർച്വൽ ആക്ടിവിസം എന്താണെന്ന് ആദ്യം എനിക്കറിയായിരുന്നു. പിന്നെ ആക്ച്വൽ ഓൺ ഗ്രൗണ്ട് ആക്ടിവിസം എന്താണ്, നമ്മളുടെ ചെയ്തികളിലൂടെ എന്താണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുക എന്നുള്ളത് അതിലേക്ക് തള്ളപ്പെടുകയാണ് ഫൈസയ്ക്ക് സംഭവിച്ചത്. പക്ഷെ അതിലേക്ക് ആക്റ്റീവ്ലി ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. സോ തിയറിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക് ആക്ടിവിസം കൊണ്ടുവരിക എന്നുള്ളത് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ ഇപ്പം കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ പഠിച്ച കാര്യം. ഫൈസയുടെ ലൈഫിൽ ഫൈസ കോളേജിൽ പോകുമ്പം ഫൈസ ചെയ്യുന്ന PhD, ഫൈസ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അത് റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരികയാണ്. സോ ഒരു ചോയ്സ് വരും. നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ലീഡ് എ വെരി ക്വയറ്റ് ലൈഫ്. നമുക്ക് മിണ്ടാതിരുന്ന് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നിനെപ്പറ്റി ഒന്നും മിണ്ടാതെ മാറി നിന്ന് ഒരു വിറ്റ്നസ്സായിട്ടോ അല്ലെങ്കിൽ ചെവിയും കണ്ണും വായയും അടച്ച് ഒരു ജീവിതം വേണമെങ്കിൽ നയിക്കാം. അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴി അല്ലെങ്കിൽ ഹിസ്റ്ററീൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു ചോയ്സ് എടുക്കാം. സോ ഫൈസ അതാണ് ചെയ്തിരിക്കുന്നത്. സോ മൈ ഇമോഷണൽ ടേക്ക് ബാക്ക് ഇസ് ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ തീരുമാനങ്ങൾ കറക്റ്റ് തന്നെയാണ്.
and I hope everybody chooses such things. അതെ. ഞാൻ ഇതിന് സെൻസർ ബോർഡിൻ്റെ വക അത് റിവിഷൻ കമ്മിറ്റിയിൽ അയക്കണം എന്നും, അല്ലെങ്കിൽ ഈ സിനിമ, അതായത് ഇതിനൊരു സെൻസർ കട്ട് വേണം, അല്ലെങ്കിൽ ഇന്ന സീൻ പ്രശ്നമാണ്, ആ സീനിൽ ഈ ഡയലോഗ് മാറ്റണം എന്നല്ല പറഞ്ഞു. ഈ സിനിമ ഇറക്കാനേ പാടില്ല എന്നായിരുന്നു അതിലുള്ള 2 അംഗങ്ങൾ പറഞ്ഞതും. ആൻഡ് വളരെ ഒരു ഉചിതമായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ല അങ്ങനെ അതൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുക, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സിനിമയെ പറ്റിയിട്ട് പറയുക. കാര്യം സെൻസർ ബോർഡ് ചെയ്യേണ്ട ഒരു, അല്ലെങ്കിൽ അവർ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ ലംഘിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. പക്ഷേ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനെയൊരു ഒരു ക്ലിയർ സർട്ടിഫിക്കറ്റ് കിട്ടും ചെയ്തു. എന്തോ 1-2 വാക്കുകൾ എന്തോ മ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതോടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ എന്തോ പറയാൻ വരുന്നുണ്ട്, അതിനെ എതിർക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതും വെളിപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ സത്യം. സോ ഐ എം ആക്ച്വലി ഇത് കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പം ആക്ച്വലി ഇൻ ഫേവർ ഓഫ്, സത്യത്തിന് ഫേവർ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ ഇഷ്ടം. സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതൊരു കറക്റ്റായിട്ടുള്ള അവർ ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്, പോസിറ്റീവായിട്ട്. What happened in JNU? ഞാനതിനെപ്പറ്റി വളരെ ഓപ്പണായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട്, ഓപ്പറേഷനും ടെററിസത്തിൻ്റെയും ഹയസ്റ്റ് ഫോമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിയർ ടാക്ടിക്സും ഇൻറ്റിമിഡേഷനും ഉപയോഗിച്ച് നമ്മൾ എത്ര മിണ്ടാതെ ആക്കാൻ പറ്റുന്നുണ്ടോ അത്രയും മിണ്ടാതെ ആക്കിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന അറസ്റ്റുകൾ, ആർട്ടിസ്റ്റ്സും പോയറ്റ്സ്, റൈറ്റേഴ്സ്, ആർട്ട് എന്നുള്ള രീതിയിൽ ആ സ്പേസിൽ നിന്നും സിനിമ, ഇതിലുള്ള ആൾക്കാരുടെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ വരുന്ന ട്വിറ്ററിലുള്ള കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ട്വീറ്റ്സ് തന്നെ കണ്ടാൽ അറിയാം ദാറ്റ് ഭയന്നിട്ട് ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് അടിമപ്പെട്ടിട്ട് ഉള്ള സംസാരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരു സ്ലോലി നമ്മുടെ രാജ്യം ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സിംറ്റംസും, വേറെ തരം വൈറസാണത്, എല്ലാ സിംറ്റംസും നമ്മൾ കാണുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ടീസ് ദാറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. അത് പറ്റുന്ന കാലം എത്രത്തോളം ഉണ്ടാവും ഇനിയെന്ന് നമുക്കറിയില്ല. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് വർത്തമാനം സിനിമ വഴി ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ, കേരളം വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം എന്നുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു വിചാരമുണ്ട്. അതൊരു പരിധിക്ക് വരെ കറക്റ്റ് ആയിരിക്കാം ചിലപ്പം. സോ അതുകൊണ്ട് വർത്തമാനം മലയാളത്തിൽ റിലീസാവുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഇപ്പോൾ ഇനി ഹിന്ദിയിലോ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ അവർ സമ്മതിക്കുമോ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാമെന്ന് പോലും എനിക്കറിയില്ല. സോ നമ്മൾ സൈലൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫുൾ ഉത്തരവാദിത്വവും ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഇതിനെ എതിർക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മൾ മിണ്ടാതെ മൂകസാക്ഷികളായിട്ട് ഇങ്ങനെ നിന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അടിമകളായി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ സിനിമയിൽ 2 ആൾക്കാർ കാരണം മതിമറന്ന് ചിരിച്ച് അഭിനയിച്ചിട്ടുള്ള 2 ആൾക്കാരുണ്ട്. ഒന്ന് അഴകപ്പൻ സർ, പിന്നെ ഒന്ന് സിദ്ധാർത്ഥ് ശിവ. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്ലൗണിഷ് പെരുമാറ്റമാണ് അന്യോന്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും റാഗ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എത്ര നമ്മൾ സീരിയസ് ആയിട്ടുള്ള സിനിമയാണോ എടുക്കുന്നത് അതിൻ്റെ പക്ഷേ ബാക്ക് സീനിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വർ ഓൾ റിയലി എൻജോയിങ് ദ ഷൂട്ട്. സോ ചിരിച്ച് കണ്ണീര് വരിക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് സിദ്ധാർത്ഥ്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഒരു സീൻ വളരെ പെക്യുലിയറാണ്. അത് എന്ത് തരത്തിലുള്ള അഭിനയം വേണം എന്ന് ഒരിക്കലും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് എന്താണെന്നുള്ളതും
അത് കാണുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളതും അതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ചർച്ചയാണ്. അതിപ്പോൾ സീനിന് തൊട്ട് മുമ്പ് മാത്രം, അതല്ലാതെയും അതിനെപ്പറ്റി ഒരു ചർച്ച നടക്കും. പിന്നെ പിന്നെ ഹീസ് ആൻ ആക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഹീ ഗിവ്സ് ദാറ്റ് ഫ്രീഡം. നമ്മൾ ചെയ്ത് അഭിനയിച്ചതിന് ശേഷം വളരെ റോങ് ആണെങ്കിൽ മാത്രമേ വന്നിട്ട് തിരുത്തലും കാര്യങ്ങളും നടത്താറുള്ളൂ. സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് സിദ്ധാർത്ഥ്. ആൻഡ് the production is Aryan Shaukatne patite, what do you say, because he's made films which are വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. ആൻഡ് I'm very happy that he backed this film also. Roshan Mathew, budding superstar is what I keep calling him. എനിക്കിടയ്ക്ക് റോഷനെ കാണുമ്പോൾ ഞാൻ ആക്ച്വലി കൂടെയിലാണ് റോഷനോട് ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സീൻസൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിലും 1-2 സീൻസിൽ മാത്രമേ നമ്മളുണ്ടൂ. പക്ഷേ റോഷൻ്റെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ അഭിനയത്തിനെ കാണുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ ഒരു 22-23 വയസ്സായിരുന്ന സമയത്ത് ഞാൻ എന്നെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന എന്നിലുള്ള പോരായ്മകൾ, ഞാൻ അത്ര നല്ലോണം അഭിനയിച്ചില്ല, അയ്യോ ഞാനത്, ആ ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ബെസ്റ്റ് 110% അത് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. സോ ഞാൻ ഇടയ്ക്ക് അവനോട് പറയും, എനിക്ക് യു റിമൈൻഡ് മീ ഓഫ് മൈ യങ്കർ സെൽഫ്. സോ ഐ തിങ്ക് ഹീസ് എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ. എനിക്ക് റോഷൻ്റെ കൂടെ അഭിനയിക്കാനും, റോഷൻ മാത്രമല്ല, ഇൻഫാക്റ്റ് ഇതിലുള്ളൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ കൂടുതലും റോഷനുമായിട്ടായിരുന്നു എനിക്ക്. പിന്നെ റോഷൻ്റെ ഒരു തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കത് ഇല്ലാത്തത് കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. റോഷൻ ഒരു സീനിനെ എങ്ങനെയാണോ കാണുന്നത്, എങ്ങനെയാണോ അതിനെ ഡിസൈഫർ ചെയ്തിട്ട് അഭിനയിക്കാൻ തീരുമാനിക്കുന്നത്, ഞാൻ ചെയ്യുന്നതും കംപ്ലീറ്റ്ലി വ്യത്യാസമായിരിക്കും. സോ ചില സമയത്ത് അത് പറഞ്ഞിട്ട് അത് ഭയങ്കര കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പക്ഷേ ഈ സീനിന് അങ്ങനെയല്ല കണ്ടതെന്ന് പറയും. സോ നമ്മൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ സിനിമയെ കണ്ടതോ അല്ലെങ്കിൽ ഓരോ സീനിനെ കാണുന്നത് ഭയങ്കര വിപരീതമായിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഒരു സിനർജി ഉണ്ട് അഭിനയിക്കുമ്പോൾ. സോ to get a good co-actor is always a good luck. So Roshan is that. I mean, brilliant. I mean, എനിക്ക് ബിജു മേനൻ ആൻഡ് ഡബിൾ ലക്കാണ്. ഷർഫുദ്ദീൻ ഇസ് ഓൾസോ ദയർ. ആൻഡ് ഷർഫുദ്ദീൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതുവരെ ഷർഫുന് അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. സോ എനിക്ക് ഭയങ്കര ഒരു ട്രീറ്റ് ആയിരുന്നു അത് കാണാൻ. പിന്നെ ബിജു ചേട്ടനെ പറ്റി എന്താ പറയുക, വളരെ ജനറസ് ആയിട്ടുള്ള കോ ആക്ടറാണ്, ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള കോ ആക്ടറാണ്. ഇതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ബിജു ചേട്ടൻ ഇതിന് മുമ്പ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടേ ഇല്ല. സോ കൺമുമ്പിൽ ആ ഒരു എന്താ പറയുക, ഇതൊരു പരകായ പോലെ വെൻ ഹി ഗെറ്റ്സ് ഇൻ ടു ദ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു മൂപ്പരോടെ വർക്ക് ചെയ്യാൻ. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ യു ടു വാച്ച് ഇറ്റ്. കാര്യം മെയിൻലി ആർക്കറിയാമെങ്കിൽ ഈ 3 ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്ത കഥാപാത്രവും ബിജു ചേട്ടൻ്റെയും ഷർഫുൻ്റെ ക്യാരക്ടേഴ്സും. സോ ഒരു 3 പേര് ചേർന്നിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയുക, സത്യം പറഞ്ഞ ഒരു പ്ലേയിൽ അഭിനയിച്ച പോലെയാണ് തോന്നിയത്. കാര്യം ഒരുപാട് ഇവൻറ്റ്സ് ഇല്ല, പക്ഷേ എത്ര സാധാരണമായിട്ടുള്ളൊരു കാര്യത്തിൽ എത്ര അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നൊരു സിനിമയാണ്. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഒരു സിനിമ ഉണ്ട്, ഐ കാൺ ടോക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് അതിൻ്റെ ഒഫീഷ്യൽ എന്താ അനൗൺസ്മെൻറ്റ് പറയുന്ന വരെ ഐ എം നോട്ട് സപ്പോസ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ അഗൈൻ ഒരു പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ടൈംലി ആയിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എന്തായാലും ഇപ്പം ഒന്ന് നനഞ്ഞു ഇനി മുങ്ങി കുളിച്ചിട്ട് തന്നെ പുറത്തിറക്കാന്നുള്ളൊരു മട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന സിനിമകളിൽ പൊളിറ്റിക്കൽ അണ്ടർ ടോൺസ് ഉണ്ട്, നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് സച്ച് ഫിലിംസ്. ഐ എം നോട്ട് ഷുവർ, അത് പ്രൊഡ്യൂസേഴ്സ് വിൽ ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. കുറേയും കൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ബാക്കിയുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ രാച്ചിയമ്മയുടെ വർക്കും രാച്ചിയമ്മയിൽ എൻ്റെ സൈഡിലുള്ള വർക്കും മുഴുവൻ കഴിയും.